അസ്മിത, കടുത്ത തിരിച്ചടി ഈ രണ്ട് അറസ്റ്റുമായി ബന്ധപ്പെട്ട് BJPക്ക് കേരളത്തിൽ നേരിട്ടു എന്നതിൽ ഒരു തർക്കവുമില്ല. ആ അറസ്റ്റ് ഉണ്ടായ ദിവസം മുതൽ തന്നെ ക്രൈസ്തവ സഭകൾ ഒന്നാകെ ഉയർത്തുന്ന ഒരു ആവശ്യമാണ്. ഈ നമുക്ക് ഇവിടെ നിന്ന് ജയിച്ചുപോയ 2 കേന്ദ്രമന്ത്രിമാരുണ്ട്, അവരെന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഇടപെടാത്തതെന്ന് സുരേഷ് ഗോപിയോട് പലതവണ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ഉയർത്തിയിരുന്നു. ഈ അറസ്റ്റ് അകാരണമല്ലേ, അത് അനീതിയല്ലേ എന്നൊക്കെ ചോദിച്ചിരുന്നു. പക്ഷേ ആ ഘട്ടത്തിലൊന്നും അദ്ദേഹം ഒരു മറുപടി പറയാൻ തയ്യാറായിരുന്നില്ല. ഇപ്പോൾ അറസ്റ്റും കഴിഞ്ഞു, ജാമ്യവും ലഭിച്ച് ഏകദേശം 2 ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചയോട് അടുക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം ഈ വീട്ടിൽ എത്താൻ ഇടയാക്കിയത് തന്നെ. അതിനൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സഭാ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉയർന്നു വന്ന പരസ്യ പ്രതിഷേധങ്ങളും അതോടൊപ്പം തന്നെ അവർ ഉന്നയിച്ച പ്രതികരണങ്ങളും ഒക്കെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തൃശ്ശൂരിൽ നിന്ന് ജയിപ്പിച്ചു വിട്ട നടനെ കാണുവാനില്ല എന്നാണ് ഓർത്തഡോക്സ് സഭാധ്യക്ഷനുമായ ഓർത്തഡോക്സ് പുരോഹിതൻ, തൃശ്ശൂരിലുള്ള ഒരു ഓർത്തഡോക്സ് പുരോഹിതൻ വ്യക്തമാക്കിയത്. അദ്ദേഹം തൃശ്ശൂരിൽ മത്സരിക്കുന്ന ഘട്ടത്തിൽ ക്രൈസ്തവ വോട്ടുകൾ തേടി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ക്രൈസ്തവ വോട്ടുകൾ സമാഹരിക്കുന്നതിന് വേണ്ടി വിവിധ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരുന്നു. എന്നാൽ ഛത്തീസ്ഗഡിൽ ഈ കന്യാസ്ത്രീകൾ അറസ്റ്റിലായതിനു ശേഷം അതുമായി ബന്ധപ്പെട്ടൊരു പരസ്യ പ്രതികരണത്തിന് പോലും എന്തുകൊണ്ട് അദ്ദേഹം തയ്യാറായില്ല എന്ന വിമർശനം ഓർത്തഡോക്സ് സഭയുടെ ഭാഗത്തു വന്നു. അങ്ങനെ എല്ലാ സഭകളും ഒന്നാകെ BJPക്കും സുരേഷ് ഗോപിക്കുമെതിരെ അതിരൂക്ഷ വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. ആ വിമർശനങ്ങൾ കണക്കിലെടുത്താണ് ഒരു സംഘത്തെ BJP ഇവിടെ നിന്ന് ഛത്തീസ്ഗഡിലേക്ക് അയച്ചത്. അപ്പോഴും സുരേഷ് ഗോപി എവിടെ, അദ്ദേഹം എന്ത് പറയുന്നു, അദ്ദേഹം എന്താണ് മൗനം വെടിയാത്തതെന്നൊരു ചോദ്യം ക്രൈസ്തവ സഭകൾ ചോദിച്ചിരുന്നു. ഒരുപക്ഷെ CPM പോലും അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അവിടെ എത്തിയ ജോൺ ബ്രിട്ടാസ് MP അടക്കമുള്ള ആളുകൾ ചോദിച്ചു, നമ്മുടെ കേന്ദ്രമന്ത്രിമാർ എവിടെ എന്ന ചോദ്യം ഒക്കെ അന്തരീക്ഷത്തിലും അതോടൊപ്പം തന്നെ പരസ്യമായൊക്കെ ചോദിച്ചിരുന്നു. പക്ഷേ അതിലൊന്നും ഒരു മറുപടി നൽകാൻ അവർ തയ്യാറായിരുന്നില്ല. ആ മറുപടി ഉണ്ടാകാത്ത പശ്ചാത്തലത്തിലാണ് അതിന് തയ്യാറാകാതിരുന്നത്. ഇപ്പോൾ അങ്ങനെ ആ പ്രശ്നങ്ങൾ മറികടക്കുക, സഭാ നേതൃത്വത്തിൻ്റെ അതൃപ്തി മറികടക്കുക, അവരോട് അനുനയത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുക എന്ന ലക്ഷ്യത്തിലാണ് സുരേഷ് ഗോപി ഇപ്പോൾ ഈ കുടുംബവുമായി കൂടിക്കാഴ്ച നടത്തുന്നത്, കുടുംബത്തെ കേൾക്കുന്നത്. അവരുടെ എല്ലാ ആവശ്യങ്ങളും അദ്ദേഹം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് FIR റദ്ദ് ചെയ്യുക എന്നത് തന്നെയാണ്. അതിലെന്ത് നിലപാട് സ്വീകരിക്കും എന്നാണ് ഇനി അറിയാനുള്ളത്. നേരത്തെ ഈ ജാമ്യം പരിഗണിക്കുന്ന ഘട്ടത്തിലൊക്കെ ആദ്യഘട്ടത്തിലൊക്കെ ഛത്തീസ്ഗഡ് സർക്കാരിൻ്റെ ഭാഗത്ത് വലിയ എതിർപ്പൊക്കെ പ്രകടിപ്പിക്കുകയും ആദ്യം ജാമ്യം നിഷേധിക്കുന്ന സാഹചര്യവും NIA കോടതി വരെ ഈ കേസ് എത്തുകയൊക്കെ ചെയ്തു. ശരിക്കും നിലവിൽ ഈ കുടുംബവും അതോടൊപ്പം സഭാ നേതൃത്വമൊക്കെ പറയുന്നത് അങ്ങോട്ടേക്ക് പോകേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു. ഒരുപക്ഷെ കൃത്യമായൊരു ഇടപെടൽ ഉണ്ടായിരുന്നെങ്കിൽ ആദ്യഘട്ടത്തിൽ തന്നെ ജാമ്യം ലഭ്യമാകാനുള്ള സാധ്യതയുണ്ടായി. പക്ഷേ അങ്ങനെ ഒരു സമ്മർദ്ദം ചെലുത്താനോ അങ്ങനെ ഒരു ഇടപെടൽ നടത്താനോ കേന്ദ്രത്തിലോ കേരളത്തിലോ ഉള്ള ആളുകൾ തയ്യാറായില്ല. അത് കടുത്ത വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.